Hi students, അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ സ്ട്രക്ചർ അനാലിസിസ് അല്ലെങ്കിൽ ഒരു ബീമിന്റെ അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന്റെ പ്രൊസീജിയർ ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ അനാലിസിസ് ഓഫ് ബീംസ്. ബീംസ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആയിരിക്കും ഉണ്ടാവുക. ബീംസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു ബീമിന്റെ അനാലിസിസില് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. സോ എക്സ്റ്റേണൽ ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താ? ആർ മൈനസ് ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ ആണ് എന്നുള്ള കാര്യം അറിയാം. വേർ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ദ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. അപ്പൊ അത് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമുക്ക് അവിടെ 3 എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ h = 0 നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. സോ സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ റിഡൻഡന്റ് ഫോഴ്സസ് ആൻഡ് അസൈൻ സിസ്റ്റം കോർഡിനേറ്റ്സ് 1, 2, 3 etc. up to n. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിഡൻഡന്റ് ഫോഴ്സ് ഏതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഒരു കണ്ടിന്യൂസ് ബീമിന്റെ എക്സാമ്പിൾ പറയുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ എക്സ്റ്റേണൽ ലോഡ്സിന്റെ കാര്യം ഒന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറയുന്നതായിരിക്കും ഇവിടെയുള്ള അൺനോൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ 4 മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ എന്തിന്റെ എടുക്കേണ്ട ആവശ്യമുള്ളൂ? സിഗ്മ h = 0 എന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ v = 0 ആൻഡ് സിഗ്മ m = 0. അപ്പൊ ഇവിടെയുള്ള നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ദെൻ അവിടെയുള്ള ഇൻഡിറ്റർമിനൻസി വാല്യൂ എത്രയാ? 2 ആണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എവിടെ അസൈൻ ചെയ്യുക? അസൈൻ ദ സിസ്റ്റം കോർഡിനേറ്റ്സ് ടു ദ റിഡൻഡന്റ് ഫോഴ്സസ്. റിഡൻഡന്റ് ഫോഴ്സസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? സിസ്റ്റം കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? അസൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏതൊക്കെ ആയിരിക്കും നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് എടുക്കുക? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രക്ചറിന്റെ ബാലൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഞാൻ അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ട് ഫോഴ്സസിനെ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? ഈ രണ്ട് റിയാക്ഷനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോഴും സ്ട്രക്ചർ സ്റ്റേബിൾ ആണ്. കാരണം എന്താ? ഒരു സിംപ്ലി സപ്പോർട്ട് സ്ട്രക്ചർ ആണ്. അവിടെ സ്ട്രക്ചർ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് ആയിരിക്കും എന്തായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക? റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുക്കുക. അവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? സിസ്റ്റം കോർഡിനേറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സിസ്റ്റം കോർഡിനേറ്റ്സ് 1 ആൻഡ് സിസ്റ്റം കോർഡിനേറ്റ്സ് 2 എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസൈൻ എലമെന്റ് കോർഡിനേറ്റ്സ്. എലമെന്റ് കോർഡിനേറ്റ്സ് എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്യാണ്. സോ 1 സ്റ്റാർ ഇവിടെ ഇപ്പൊ ഞാനിത് അനലൈസ് ചെയ്യുമ്പോഴേ നമ്മൾ ഓരോന്നും ഫിക്സഡ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ 6 സ്റ്റാർ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക? എലമെന്റ് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിനെ ഫിക്സഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, എ ബി സി ഡി ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 1 സ്റ്റാർ കൊടുത്തു, ഇവിടെ 2 സ്റ്റാർ കൊടുത്തു, ഇവിടെ 3 സ്റ്റാർ കൊടുത്തു, ഇവിടെ 4 സ്റ്റാർ കൊടുത്തു, ഇവിടെ 5 സ്റ്റാർ കൊടുത്തു, ഇവിടെ 6 സ്റ്റാർ കൊടുത്തു. എന്ത് അസൈൻ ചെയ്ത് കൊടുത്തു? അവിടെ എലമെന്റ് കോർഡിനേറ്റ്സിനെ നമ്മൾ അസൈൻ ചെയ്തു. എലമെന്റ് കോർഡിനേറ്റ്സ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫിക്സഡ് മൊമെന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് ലെക്ചർ 3യിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. സോ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് കാൽക്കുലേറ്റ് എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് മൊമെന്റ്സ് അറിയാമെങ്കിൽ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ 5 സ്റ്റെപ്പ്. ഇനി 6ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം ദ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചും ഈസി ആയിട്ട് മനസ്സിലാക്കുന്നത് നമ്മളെ പ്രോബ്ലം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതിനകത്തുള്ള ഓരോ ടേംസും ഈ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നതാണ് 6ാമത്തെ സ്റ്റെപ്പ്. അതിന് ആ ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിലെ ഓരോ ടേംസും ഇപ്പൊ എഫ് ഐ സ്റ്റാർ ജെ എന്ന് പറയുന്ന ഓരോ ടേംസ് എന്താന്ന് വെച്ചാൽ ഈസ് ദ ഫോഴ്സ് ഇൻ എലമെന്റ് ഐ സ്റ്റാർ
by applying a unit load in jth system coordinate. Jth system coordinateൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്റ്റാർ എന്ന് പറയുന്ന എലമെന്റ് ഐ സ്റ്റാറിലുള്ള ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് എഫ് ഐ സ്റ്റാർ ജെ എന്ന് പറയുന്നത്. എഫ് ഐ സ്റ്റാർ ജെ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ഇതിനകത്തുള്ള ഓരോ പോയിന്റും എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ 1 എന്ന പൊസിഷനിൽ ഞാനൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷനിലുള്ള ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് എഫ് ഐ സ്റ്റാർ 1 എന്ന് പറയുന്നത്. അതായത് ഈച്ച് എലമെന്റ് എഫ് ഐ സ്റ്റാർ ജെ ഈസ് ദ ഫോഴ്സ് ഇൻ എലമെന്റ് ഐ സ്റ്റാർ. ഫോഴ്സ് ഇൻ എലമെന്റ് ഐ സ്റ്റാർ by applying a unit load in the jth system coordinates. Jth system coordinates ഒരു സിസ്റ്റം കോർഡിനേറ്റിലാണ് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാൻ മറന്നു പോരുത്. സിസ്റ്റം കോർഡിനേറ്റിൽ നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്റ്റാറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ 1 സ്റ്റാറിൽ ഉണ്ടാകുന്ന, ഇവിടെയാണെങ്കിൽ 2 സ്റ്റാറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഇതിലെ ഓരോ എലമെന്റ്സും എന്ന് പറയുന്നത് എഫ് ഐ സ്റ്റാർ ജെ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ്. എലമെന്റ് കോർഡിനേറ്റ്സിലെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുക. ആ ഏഴാമത്തെ സ്റ്റെപ്പ് മാറിപ്പോരുത്, കാരണം നമുക്ക് അടുത്ത സിസ്റ്റം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താ, ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് എലമെന്റ് കോർഡിനേറ്റ്സ്. എലമെന്റ് കോർഡിനേറ്റ്സിലെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏഴാമത്തെ സ്റ്റെപ്പ് എലമെന്റ് കോർഡിനേറ്റ്സിലെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോ ഡെൽറ്റ സ്റ്റാർ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഡെൽറ്റ സ്റ്റാർ എന്നായിരിക്കും അതിനെ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയായിരിക്കും ഡെൽറ്റ സ്റ്റാർ വരിക. അതായത് ഡെൽറ്റ എ ബി 0 0 0 ഇതിപ്പോ ഇങ്ങനെ വരുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എ ബി സി ഡി എന്ന് വരികയാണല്ലോ. അപ്പൊ ഇവിടെ ഇതാണ് മെമ്പർ എ ബി എന്ന് പറയുന്നത്, ഇതായിരിക്കും മെമ്പർ ബി സി എന്ന് പറയുന്നത്, ഇതായിരിക്കും മെമ്പർ സി ഡി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ മെമ്പറിന്റെയും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ എ ബി കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡെൽറ്റ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എൽ എ ബി ഡിവൈഡ് ബൈ 6 ഇ ഐ എ ബി 2 - 1 - 2 ഇതായിരിക്കും ഓരോ മെമ്പറിന്റെയും. അപ്പൊ ഈ എൽ എന്ന് പറഞ്ഞത് എന്താ, ഇപ്പൊ ഇവിടുത്തെ മെമ്പറിന്റെ ലെങ്ത് 5 മീറ്റർ ആയിരിക്കും, ഇത് 4 മീറ്റർ ആയിരിക്കും, ഇത് 3 മീറ്റർ ആയിരിക്കും. അതാണ് അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ ഈ ഐ വാല്യൂ എന്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡെൽറ്റ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കണ്ടീഷനാണെങ്കിൽ ഇവിടെ 3 ഉണ്ടല്ലോ. അപ്പൊ ഡെൽറ്റ എ ബി, ഡെൽറ്റ ബി സി, ഡെൽറ്റ സി ഡി ആ ടേംസ് എന്ത് ചെയ്യുക, ഡയഗണലി അറേഞ്ച് ചെയ്യുക. ഇനി ഇതില്ല, ഇവിടെ 2 ഉണ്ടായിരുന്നുള്ളെങ്കിൽ അത് എങ്ങനെ വരും, ഡെൽറ്റ എ ബി 0 0 ഡെൽറ്റ ബി സി എന്നല്ലേ വരുള്ളൂ. 2 ഉണ്ടായിരുന്നുള്ളെങ്കിൽ എങ്ങനെയായിരിക്കും, ഈ രീതിയിലായിരിക്കും എന്ത് വരിക, മെട്രിക്സ് ഡെൽറ്റ സ്റ്റാർ വരിക. ഡെൽറ്റ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് ഇവിടെ ഒരൊറ്റ മെമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഡെൽറ്റ എ ബി മാത്രം അവിടെ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എലമെന്റ് കോർഡിനേറ്റ്സ്. എലമെന്റ് കോർഡിനേറ്റ്സിലെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഒരു കാര്യം അവിടെ ആഡ് ചെയ്യാണ്, ഈ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ. ഓരോ മെമ്പറിന്റെയും ഡെൽറ്റ ആണ് എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ എ ബി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് മെമ്പർ എ ബി, ഡെൽറ്റ ബി സി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് മെമ്പർ ബി സി, ഡെൽറ്റ സി ഡി എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ഓഫ് മെമ്പർ സി ഡി. ഇങ്ങനെയായിരിക്കും ഓരോ മെമ്പറിന്റെയും ഇൻഡിവിജ്വൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എൽ എ ബി ഡിവൈഡ് ബൈ 6 ഇ ഐ എ ബി 2 - 1 - 1 2. ഇത് കാണാതെ അറിയുക, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഏഴാമത്തെ സ്റ്റെപ്പ് ഓർമ്മിച്ചോളൂ. സോ ഇനി 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. സിസ്റ്റം കോർഡിനേറ്റ്സിലെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്നാണ് അതിന് ഡിനോട്ട് ചെയ്യുക. അത് കണ്ടുപിടിക്കുന്നത് എഫ് ട്രാൻസ്പോസ് ഇൻറ്റു, ഈ എഫ് എന്ന് വെച്ചാൽ എന്താ, ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. സോ എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ് എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്ത് എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. സിസ്റ്റം കോർഡിനേറ്റ്സിലുള്ള ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ് എന്നാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അവിടെ ഡെൽറ്റയുടെ വാല്യൂ എനിക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. എഫ് കണ്ടുപിടിച്ചു നമ്മൾ തൊട്ട് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഡെൽറ്റ സ്റ്റാർ നമ്മൾ കണ്ടുപിടിച്ചു. അത് ഇനി ഈ കണ്ടുപിടിച്ച ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എടുക്കേണ്ടത്. സോ ഈ ഓർഡർ മാറുന്നത് എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു എഫ് എന്ന് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ്. ഓൾറെഡി നമ്മൾ ഇക്വാലന്റ് ജോയിന്റ് ലോഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അവിടെ എന്ത് കൊടുക്കുക, ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പി എൽ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സ് എന്താണ്, പി എൽ സ്റ്റാർ എന്നായിരിക്കും നമ്മൾ ഇക്വാലന്റ് ജോയിന്റ് ലോഡ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. ഇനി 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യുക. 10th സ്റ്റെപ്പ് എന്താണ്, എന്ത് ഡിറ്റർമിൻ ചെയ്യുക, ഡിറ്റർമിൻ ദ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. സിസ്റ്റം കോർഡിനേറ്റ്സിൽ അപ്ലൈഡ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന
ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ഡ്യൂ ടു അപ്ലൈഡ് ഫോഴ്സ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ് ഡെൽറ്റ എൽ എന്നാണ് ഡിനോട്ട് ചെയ്യുക. എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? എക്സ്പ്രഷൻ ഇതാണ്, എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു പി എൽ സ്റ്റാർ എന്ന എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ഏതാണ് എഫ് ട്രാൻസ്പോസ്? എഫ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണ്. അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എഫ് ട്രാൻസ്പോസ് ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു പി എൽ സ്റ്റാർ മൾട്ടിപ്ലൈ എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് കിട്ടും ഡ്യൂ ടു അപ്ലൈഡ് ലോഡ് അറ്റ് സിസ്റ്റം കോർഡിനേറ്റ്സ്. സിസ്റ്റം കോർഡിനേറ്റ്സിലെ അപ്ലൈഡ് ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് എനിക്ക് ഇവിടെ കിട്ടി. ഇനി 11th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡണ്ടന്റ് ഫോഴ്സ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. റിഡണ്ടന്റ് ഫോഴ്സ് മെട്രിക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? P is equal to minus of delta inverse into delta L. ഡെൽറ്റ ഞാൻ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ കിട്ടുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അഡ്ജോയിന്റ് ഓഫ് ഡെൽറ്റ ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഡെൽറ്റ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഇൻവേഴ്സ് കിട്ടും. സോ മൈനസ് ഓഫ് ഡെൽറ്റ ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇത്രയാണ്. ഇതിനുശേഷം എന്ത് വരയ്ക്കുക? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വരയ്ക്കാനായിട്ട് പറ്റും. ഇത്രയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് ഈ പറഞ്ഞ 11 സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് അറിയുക. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് അടുത്ത പ്രോബ്ലം. ഇതിനുശേഷം നമ്മൾ അടുത്ത സെഷനിൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓരോ സ്റ്റെപ്പും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് എങ്ങനെ ഫോം ചെയ്തു, ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഈ ഓരോ വാല്യൂസിനും എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യമൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവും അടുത്ത സെഷൻ, അടുത്ത പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ.